പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കത്തോലിക്ക ദേവാലയങ്ങളും പുരോഹിതരും കാണിക്കുന്ന ചില പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ഒരു തിന്മ നിറഞ്ഞ സംഭവം ദേവാലയ പരിസരത്ത് കണ്ടതിനെ തുടർന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനുമുമ്പ് കുറച്ച് വചനങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നമ്മൾ നല്ലതാണ്, അത് പുരോഹിതരുൾപ്പെടെ. ഇന്നത്തെ ദേവാലയത്തെക്കുറിച്ച് ഹോസിയ 10 ദൈവം പറയുന്നു, സമ്പദ് സമൃദ്ധി ഏറുന്നതിനനുസരിച്ച്, ഫലം ഏറുന്നതനുസരിച്ച് അവർ ബലിപീഠങ്ങൾ വർദ്ധിപ്പിച്ചു, രാജ്യം അഭിവൃദ്ധിപ്പെടുന്നതിനൊത്ത് സ്തംഭങ്ങൾക്ക് ഭംഗിയേറ്റി. ഇത് മാത്രമേ ഇന്നത്തെ ദേവാലയങ്ങളിൽ നടക്കുന്നുള്ളൂ. ഇന്ന് പല കത്തോലിക്ക ദേവാലയങ്ങളിൽ ഇത് മാത്രമേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. വിശുദ്ധരായ വൈദികരെ കിട്ടുന്നില്ല, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്ന വൈദികർ കിട്ടുന്നില്ല, കുറവാണ്. ലോകത്തിന് വേണ്ടി, ലോകസുഖത്തിന് വേണ്ടി അഹറോനെ പോലെ ജീവിക്കുന്ന പുരോഹിത ജനത്തെ മാത്രമേ ഇന്ന് നമുക്ക് പലയിടങ്ങളിലും കാണാൻ കഴിയുന്നുള്ളൂ. ഈ പുരോഹിതർക്ക് ഒട്ടും തന്നെ ദൈവത്തെക്കുറിച്ച് ചിന്തയോ തീക്ഷ്ണതയോ ഇല്ല എന്നുള്ളത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. അതായത് പരിശുദ്ധമായ ദൈവത്തിൻ്റെ ബലി അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ സ്ഥലത്ത് വിഗ്രഹാരാധനാ സ്തംഭങ്ങൾ സ്ഥാപിക്കപ്പെടുമ്പോൾ നിശബ്ദരായി നിന്നുകൊണ്ട് അതിൻ്റെ വരുമാനം വാങ്ങുന്ന ഇടവക ജനവും പുരോഹിതരും, ഇവരുടെയൊക്കെ അവസാന ദൈവം ഈ ഹോസിയ 10 വചനം വായിക്കുമ്പോൾ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് ദൈവം പറയുന്നുണ്ട്. വിഗ്രഹാരാധകരായ പുരോഹിതന്മാർ അതിൻ്റെ നഷ്ടപ്പെട്ട മഹത്വം ഓർത്ത് പൊട്ടിക്കറി, ദേവാലയത്തിൻ്റെ മഹത്വം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. ഉഴവു ചാലുകളിൽ വിഷമുള്ള കളകൾ മുളയ്ക്കുന്നത് പോലെ വ്യവഹാരങ്ങൾ പൊന്തി വരുന്നു ദേവാലയങ്ങളിൽ. ഇതാണ് ഈ ഹോസിയ 10 ദേവാലയ പരിസരങ്ങളും മലിനമാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് മുന്നേ പറയുന്നത്. ഇതാണ് ഇന്ന് നടക്കുന്നതെന്നാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ദൈവം ആരാണെന്ന് നിങ്ങൾ അറിയണം. 2 രാജാക്കന്മാർ 21:6 ദൈവം പറയുന്നു, തൻ്റെ പുത്രനെ ബലിയർപ്പിക്കുകയും ശകുന, ആഭിചാരം, മന്ത്രവാദം എന്നിവ ചെയ്ത് വളരെയധികം തിന്മ ചെയ്ത് കർത്താവിനെ പ്രകോപിപ്പിച്ച ഒരു ദൈവത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആഭിചാരം, ശുദ്രം ഇതൊക്കെ ചെയ്ത് കർത്താവിനെ പ്രകോപിപ്പിക്കുന്ന ഒരു കൂട്ടം ജനത. ഈ പ്രവൃത്തികൾ ചെയ്തത് കൊണ്ടാണ് ആ ജനത ആ ദേശത്തു നിന്ന് തന്നെ ദൈവം ഉന്മൂലനം ചെയ്തത്. ദൈവം മോശയ്ക്ക് മുൾപടർപ്പ് പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. പുറപ്പാട് 3:5, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അതെ, ദൈവത്തിൻ്റെ സാന്നിധ്യം വരുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഒരു പുരോഹിതൻ്റെ കൈവപ്പ് മേടിക്കുമ്പം പോലും നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് മേടിക്കുന്ന ആ ദൈവത്തെ നമ്മൾ അത്രമേൽ അറിയുന്നത് കൊണ്ടാണ്. ചിലരങ്ങനെ ചെയ്യാറുണ്ട്, ചിലർ ചെയ്യാറില്ല. പക്ഷേ ദൈവത്തിൻ്റെ മഹത്വം അത്രമേൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ജനത ഇന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നിയമാർത്ഥം 18 പറയുന്നു, മന്ത്രവാദി, വെളിച്ചപ്പാട്, ശുദ്രക്കാർ, മൃതസന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. അവരുടെയും മ്ലേച്ഛ പ്രവൃത്തി കാരണമാണ് നിങ്ങളുടെ മുൻപിൽ നിന്ന് അവരെ അവിടെ നിഷ്കാസനം ചെയ്തത്. എന്തിനു വളരെ നമ്മുടെ യാമിനിയായിലെ ഇസ്രായേൽ 2000-ഓളം ഇസ്രായേൽ ജനം യാമിനിയായിലെ യുദ്ധത്തിൽ തോൽക്കുന്നത് തന്നെ അവിടുത്തെ തോറ്റ് മരിച്ചുപോയ ജനങ്ങളുടെ കുപ്പായങ്ങൾ എടുത്തപ്പോൾ യാമിനിയായിലെ വിഗ്രഹങ്ങളിൽ ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകളുണ്ടായിരുന്നു. ഈ തകിടുകൾ ഇവരവരുടെ ശരീരത്തിൽ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉണ്ടായിരുന്ന ഒറ്റ കാരണത്തെ കൊണ്ടാണ് 2000-ഓളം ഇസ്രായേൽ ജനത യുദ്ധത്തിൽ തോറ്റുപോകുന്നത്, ദൈവത്തിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഇങ്ങനെ ഇത്രമേൽ തീക്ഷ്ണതയുള്ള ദൈവ സാന്നിധ്യം നിറഞ്ഞൊരു ദേവാലയത്തിലാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചത് ഈ കാണുന്ന പ്രവർത്തികൾ നടക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ ഇടവക ജനമോ, ഇപ്പോൾ നമുക്കറിയാം ജീസസ് യൂത്ത്, KCU, ഇവരൊക്കെ എന്ത് ജീസസ് യൂത്ത് എന്ന് പറയുന്ന നാമത്തിന് പോലും ആ ദൈവത്തിൻ്റെ യൂത്താണ് ജീസസ് യൂത്ത്. എന്തിനാ ഇവരിങ്ങനെ കണ്ണടച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാകാത്തത്. ഇവരൊക്കെ എന്ത് ജീസസ് യൂത്ത് എന്ന് മനസ്സിലാകാത്തത് ഇടവക. കാരണം ഓക്കെ, ഇതിനെ അംഗീകരിക്കുന്നവരിൽ ഞാൻ പറയാം, ഒന്നുകിൽ അവർ അവരുടെ ഭവനങ്ങളിൽ തന്നെ ഇതുപോലുള്ള പ്രവൃത്തി ചെയ്യുന്നവർക്ക് ഇത് ഓക്കെയാണ്. എന്നാൽ ഇതൊന്നും അനുവദിക്കാത്ത കർത്താവാണ് നമ്മുടെ ദൈവം. 1 യോഹന്നാൻ 3:8 പറയുന്നത്, പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്.
ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. ഇത് തിരുവനന്തപുരം അതിരൂപതയുടെ കീഴിൽ വരുന്ന 2 ദേവാലയങ്ങളുടെ വീഡിയോ ആണ് ഞാൻ ഈ കൊടുക്കുന്നത്. ഈ ലൈവായിട്ട് ഇന്ന് ഈ സ്ഥലങ്ങളിൽ പോയാൽ ഇത് കാണാൻ പറ്റും. ഇത് അധികൃതർ നെറ്റോ പിതാവോ അല്ലെങ്കിൽ ആരും തന്നെ ഇത് അറിയുന്നില്ല. അറിഞ്ഞാൽ അവരെന്തുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് വെട്ടുകാട് പള്ളിയിലെ കാര്യം ഞാൻ ബിഷപ്പോസി വിളിച്ച് പറഞ്ഞു, അവർ ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. ഇന്നേ വരെ അവർ എടുത്തിട്ടില്ല. എന്താണ് ഇവർ കാണിക്കുന്നതിനെ കുറിച്ച് ഒരു ഉത്തരവാദിത്ത ബോധ്യം മറന്നുകൊണ്ടുള്ള ശുശ്രൂഷ എവിടെ ചെന്നെത്തുമെന്നുള്ളത് ആർക്കും പറയാൻ കഴിയില്ല. ഇതിനൊക്കെ ഇവർ തരുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്നറിയാമോ? നമ്മൾ മറ്റുള്ള മതസ്ഥർ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കണം. ദൈവം ഇതെന്താ ഇവരുടെ ഉത്തരവാദിത്തം? ഇവർക്ക് ഇതിൽ നിന്ന് കാശ് കിട്ടണമെങ്കിൽ മേടിച്ചോട്ടെ. അവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കണമെങ്കിൽ അത് അവനവൻ്റെ വ്യക്തി ജീവിതമാണ്. ഇതൊരു ഇടവകയാണ്. അച്ഛന് ബഹുമാനിക്കാം, വ്യക്തിപരമായി ബഹുമാനിക്കാം. അത് ഞാനും എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ആ സ്നേഹവും ബഹുമാനവും എല്ലാവർക്കും പരസ്പരമുണ്ട്. ഇതൊരു വർഗീയത പറയുന്നതല്ല ഞാൻ. സ്നേഹം തന്നെയാണ്. എനിക്ക് ഒരുപാട് അക്രൈസ്തവ സഹോദരങ്ങൾ, ഫ്രണ്ട്സ് ഉണ്ട്. അവരോടൊക്കെ സ്നേഹം തന്നെ. പക്ഷെ ദൈവനാമത്തെയും കളങ്കപ്പെടുത്തി ദൈവത്തെ കച്ചവടാക്കിക്കൊണ്ടുള്ള സ്നേഹം എനിക്ക് ആവശ്യമില്ല. ഒരു പുരോഹിതനോട് ഞാൻ വെട്ടുകാട് പള്ളിയിലെ പുരോഹിതനോട് പറഞ്ഞപ്പോൾ പറയുകയാണ്, അത് നമ്മൾ അവരെ അംഗീകരിക്കണം. അവരെ അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ല അവരുടെ മ്ലേച്ഛ പ്രവർത്തിയുടെ ദേവാലയത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കുകയല്ല വേണ്ട. അതിനെ അംഗീകരിക്കുന്നതെന്നല്ല പറയേണ്ടത്. ദൈവത്തെ കച്ചവടാക്കി നീ വരുമാനം ഉണ്ടാക്കുന്നു എന്നാണോ അതിന് പച്ച മലയാളത്തിൽ പറയാം. അല്ല വലിയ ദേവാലയങ്ങളെ കെട്ടി സ്തംഭങ്ങൾക്ക് ഭംഗിയേറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധിയോടെ ജീവിച്ച് ദൈവം വസിക്കുന്ന ആലയത്തിൽ ദൈവസ്നേഹം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു പുരോഹിതനായി മാറുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ അനുകരിക്കുന്നവർ വെളിപാട് 2:12 എടുത്ത് വായിക്കുന്നത് നന്നായിരിക്കും. പെർഗാമോസിലെ സഭയ്ക്ക്, നിന്റെ വിശ്വാസവും നിന്റെ തീക്ഷ്ണതയൊക്കെ നല്ലത് തന്നെ, എങ്കിലും കർത്താവ് ഈശോമിശിഹായ നിനക്കെതിരെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് കാര്യങ്ങൾ? 14 മുതൽ വചനങ്ങൾ. വിഗ്രഹങ്ങൾക്കർപ്പിച്ചവ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബാലാമിൻ്റെ ഉപദേശങ്ങൾ മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ട്. ആ ഉപദേശങ്ങൾ മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ട്. അതാണ് ഇന്ന് ഈ കാണുന്നത്. വീണ്ടും വെളിപാട് 2:20 പറയുന്നു, എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിന്റെ വിശ്വാസത്യാഗം എല്ലാം കൊള്ളാം. നീ ദേവാലയങ്ങൾ പണിയുന്നു, ദൈവജനത്തിന് എല്ലാവരെയും ശുശ്രൂഷിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഈ പുരോഹിതൻ പറഞ്ഞൊരു സഹിഷ്ണുതയില്ലേ, അതിനെക്കുറിച്ച് ദൈവം എന്ത് പറയുന്നതെന്നൊന്ന് കേൾക്കുക. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. പ്രവാചികയെന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും എൻ്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജെസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. ഉണ്ടോ? അല്ലാതെ വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കാൻ അനുവദിച്ചതിനെ പ്രതി എന്നല്ല പറയണ. അങ്ങനെ അനുവദിക്കാൻ പ്രേരിപ്പിച്ച ഒരു സ്ത്രീയോട് നീ എൻ്റെ ജനത്തെ വഴിതെറ്റിക്കാൻ കൂട്ടാക്കിയ ഒരു ജനതയോട്, ഒരു സമൂഹത്തോട്, ഒരു വ്യക്തിയോട്, ഇങ്ങനെ പ്രവർത്തികൾ ചെയ്യുന്നവരോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. ഉണ്ടോ? ദേവാലയത്തിൽ കൊണ്ട് കച്ചവടം നടത്തിക്കൊണ്ട് ഈ വിഗ്രഹങ്ങൾ അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്നവരോട് പുരോഹിത ജനമേ, നിങ്ങളെ സഹിഷ്ണുത കാണിക്കുന്നത് നിങ്ങൾക്ക് ദുരിതമെന്ന് വചനമാണ് പറയുന്നത്. വെളിപാടിൽ ഈശോ പറയുന്ന കാര്യമാണ്. അങ്ങനെ പറയുന്ന കർത്താവിൻ്റെ ആലയത്താണ് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഇതെല്ലാം സ്ഥാപിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നത്. ദൈവം ഇത് അനുവദിക്കുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു. ദൈവം പോലും അനുവദിക്കുന്നില്ല അത്. ഒരു സ്ത്രീയോട് സഹിഷ്ണുത, ഇങ്ങനെയുള്ള ഒരു സ്ത്രീയോട് സഹിഷ്ണുത കാണിക്കുന്നത് പോലും ദൈവം അനുവദിക്കാത്ത കാര്യമാണ്. അത് എന്തുകൊണ്ടാണ്? ആ സ്ത്രീ ദൈവജനത്തെ വഴിതെറ്റിക്കും എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ ദൈവം ജനങ്ങളോട് ഇടകലരുതെന്ന് പറഞ്ഞത് ദൈവത്തിന് ജനങ്ങളോട് വിരോധമുണ്ട്. ദൈവം എല്ലാവരും സ്നേഹിക്കുന്ന ദൈവമാണ്. പക്ഷേ മന്ത്രവാദ, ആഭിചാരം, കൂടോത്ര ഇവയെല്ലാം അർപ്പിക്കപ്പെടുന്ന പിശാചിനാണ്. ഈ പിശാചിൻ്റെ പ്രവൃത്തി നീ ദേവാലയത്തിനുള്ളിൽ അനുവദിച്ചാലേ ആ ഇടവകയ്ക്കും ആ ഇടവക ജനത്തിനും അത് ദോഷം ചെയ്യും. പുരോഹിതൻ ആര് തന്നെ ആയാലും. ഇത് നോക്കണം, ഈ കാണുന്നത് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന ദേവാലയമാണ്. ഈ ചുറ്റും ദേവാലയ പരിസരവും ഈ കാണുന്ന ദേവാലയമാണ്. ഈ റോഡ് തൊട്ട് പുറകിലിരിക്കുന്ന നമ്മുടെ, അതായത് ദേവാലയ കോമ്പൗണ്ടിനകത്ത് കയറി അകത്തോട്ട് മേടയിലോട്ട് പോകുന്ന റോഡാണ്. മേടയോട് ചേർന്നിരിക്കുന്ന സിമിത്തേരിയാണ് ഈ കാണുന്നത്, ആ ഫ്രണ്ടിൽ കാണുന്നത്. ആ സിമിത്തേരിയോട് ചേർന്നിരിക്കുന്ന ഒരു വേളാങ്കണ്ണി മാത പുതിയൊരു ഹോൾ, ഒരു ചെറിയ, അതായത് ലയോണ ഹാളിന് സിമിത്തേരിക്ക് നടുക്കിരിക്കുന്നു. ദേവാലയ കോമ്പൗണ്ടിൻ്റെ അകത്ത് ദേവാലയത്തോട് ചേർന്ന് ഇരിക്കുന്ന വേളാങ്കണ്ണി മാതാ ഹാള്. ഈ ഹാളിനകത്താണ് ഈ മ്ലേച്ഛ കച്ചവടത്തിന് വേണ്ടി കൊടുത്ത് ഈ മ്ലേച്ഛ വിഗ്രഹം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. എന്തുമാത്രം നീചതയാണ് ഈ കാണിക്കുന്നതെന്നറിയാമോ? പുരോഹിതനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക്
അതിൻ്റെ അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. അവർ ബിസിനസ്സുള്ള മൈൻഡ് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. ഇത് അനുവദിച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള അത്ര പക്വതയില്ലാത്ത പുരോഹിതരാണോ എന്നത് വളരെ സങ്കടമുണ്ട്. എന്തുമാത്രം പഠിച്ച് എന്തുമാത്രം വചനം ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് കുർബാനയിലൂടെ വചനപ്രഘോഷണം നടത്തുന്ന ഈ പുരോഹിതൻ പൊള്ളയായ വാക്കുകളാണോ ഈ പറയുന്നത്? ഒരല്പമെങ്കിലും ദൈവത്തോട് തീക്ഷ്ണതയോടെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ഒരല്പമെങ്കിലും ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അല്ലെങ്കിൽ ദൈവജനത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ് നിങ്ങൾ സുവിശേഷ വേല ചെയ്യുന്നതെങ്കിൽ, ഈ ഒരു അന്യ ദൈവത്തിൻ്റെ വിഗ്രഹം ഇവിടെ സ്ഥാപിക്കപ്പെടാൻ നിങ്ങളെ കൊണ്ട് അനുവദിക്കാൻ എങ്ങനെ സാധിക്കും? ഒരു ദൈവജനത്തെക്കാളും ദൈവവും ദൈവ സ്വഭാവവും വചനങ്ങൾ ഇത്ര ആഴമായിട്ട് അറിയുന്ന നിങ്ങളെ കൊണ്ട് എങ്ങനെ ഇതിന് സാധിക്കുന്നു? ഇത്രയും വ്യക്തമായ വെളിപാട് പുസ്തകത്തിൽ പോലും പറയില്ല ഈശോ. ആ പുരോഹിതൻ പറയുകയാണ്, ആ പടമല്ലേ പ്രശ്നം, അത് കമ്മിറ്റിക്കാരോട് അടുത്ത് പറഞ്ഞ് മാറ്റിക്കാന്ന്. എന്ത് നിസ്സാരമായിട്ടാണ് പറയുന്നത്. ഇവർക്ക് എങ്ങനെ വിശുദ്ധ ഈശോയുടെ ശരീര രക്തം എടുത്ത് ഇത് രക്ഷിതാവാണെന്ന് പറയാൻ കഴിയുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായിരിക്കും. അതായത് ഓർക്കാൻ പോലും പറ്റുന്നത് ഇവരെ കൊണ്ട് എങ്ങനെ ഇത് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് സത്യം ഈശോ ഒരുപാട് വേദനിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. ഈശോ ഒരുപാട് പുരോഹിതർ ഈ കാണുന്നതല്ല, ഈശോ ഒരുപാട് പുരോഹിത ജനം തൻ്റെ ദൈവവേല ശുശ്രൂഷകളെ മറന്നുകൊണ്ട് സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഓരോ പ്രവൃത്തികളോർത്തും ദൈവം ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ സിസ്റ്റർ നതാലിയയ്ക്ക് കൊടുത്ത ദർശനത്തിൽ ആത്മാക്കളെ നേടാത്ത പുരോഹിതരെ കുറിച്ച് ഈശോ ഒരു ദർശനം ഇങ്ങനെ പറയുകയാണ്. ഒരിക്കൽ യേശുവിനെ ഒരു യാചകന്റെ വസ്ത്രത്തിൽ കണ്ട് ഞാൻ സ്തംഭിച്ചു പോയി. ഞാൻ അനുകമ്പയോട് ചോദിച്ചു, എൻ്റെ പ്രിയ ഈശോയെ, അങ്ങ് എവിടെ പോയതാ? ഈശോ പറയാണ്, ഞാൻ എൻ്റെ പുരോഹിതരെ സന്ദർശിച്ചു. അവരിൽ നിന്ന് അങ്ങേക്ക് എന്തായിരുന്നു വേണ്ടത്? ഞാൻ അവരോട് ആത്മാക്കളെ ആവശ്യപ്പെട്ടു. എന്നിട്ട് ആരെങ്കിലും അങ്ങേക്ക് കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. എൻ്റെ പ്രിയ ഈശോയെ, എന്തുകൊണ്ടാണ് അവർ ആത്മാക്കളെ അങ്ങേക്ക് തരാതിരുന്നത്? ഈശോ പറയാണ്, കാരണം ആത്മാക്കളെ നേടുന്നതിനേക്കാൾ ഉപരിയായി സ്വന്തം കാര്യങ്ങളിൽ അവർ മുഴുകിയിരിക്കുകയാണ്. എന്നിട്ട് ഈശോ പറയാണ്, ആ ശൂന്യത അവസ്ഥയിൽ എന്നുമെന്നും അവർ തുടർന്ന് അവസാന വിധിക്കായി എത്താതിരിക്കുന്നതിന് എൻ്റെ മക്കളെ, എൻ്റെ പുരോഹിതർക്ക് വേണ്ടി രാപ്പകൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി എല്ലാ ത്യാഗപ്രവൃത്തികളും ചെയ്യണം. ആത്മാക്കളെ നേടാതെ ജീവിക്കുന്ന ഓരോ പുരോഹിതരെയും കുറിച്ച് ഈശോ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാലഘട്ടം സന്തോഷമായി പോവുകയും അറിയാം, രണ്ടാമതൊരു ജീവിതം നമുക്കുണ്ടോ നമുക്ക് വ്യക്തമായിട്ട് ഇവിടം കൊണ്ടല്ല നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. മരണശേഷമാണ് ഒരു ക്രിസ്ത്യാനിയുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് എന്നുള്ള ബോധ്യത്തോടെ ഓരോ പുരോഹിതരും ദൈവജനവും ജീവിക്കട്ടെ, മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പുരോഹിതനോട് പറഞ്ഞു, ഈശോ പോലും ഈ പ്രാവ് കച്ചവടക്കാരും നാണയമാറ്റക്കാരും ഇവരെല്ലാം ദേവാലയ പരിസരത്തുനിന്ന് പുറത്താക്കുന്നത് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയും. ഈശോ പോലും ആ തീഷ്ണത കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനോട് പറയണേ, അതിന് ഈശോ പരിസരത്തു നിന്നല്ല, ദേവാലയത്തിൽ നിന്നാണ് മാറ്റിയത്. വചനം എടുത്ത് വായിക്കുക, എന്നോട് പറയുക. എന്നിട്ട് പറയുകയാണ്, എനിക്ക് വചനം അറിയില്ലാത്തതുകൊണ്ടാണ് തെറ്റ് പറ്റിയെന്ന്. എന്തുമാത്രം അവർക്ക് അവർ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കാൻ അവർ എന്തെല്ലാം കഷ്ടപ്പെടുന്നു. സത്യത്തിൽ ആ ഒരു അന്നത്തെ ദേവാലയം അല്ല ഇന്നത്തെ ദേവാലയം. അന്നത്തെ ദേവാലയം സോളമോൻ രാജാവിലൂടെ പണിയപ്പെട്ട ദേവാലയം. മൂന്നാമത് ഹെറോദോസ് പണിത ദേവാലയത്തിലാണ് ഈശോ വരുന്നത്. അന്ന് ജെൻഡൈൽ കോർട്ട്, അതായത് വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, പുരോഹിതർ പ്രാർത്ഥിക്കുന്ന സ്ഥലം, സ്ത്രീകൾ പ്രാർത്ഥിക്കുന്ന സ്ഥലം, അങ്ങനെ ഓരോ ഡിവിഷൻ ഉണ്ടായിരുന്നു ആ ദേവാലയത്തിന്. ഇന്ന് നമ്മൾ കാണുന്ന അന്നത്തെ അതിവിശുദ്ധ സ്ഥലമാണ് ഇന്ന് നമ്മൾ കാണുന്ന ബലിപീഠം. വിശുദ്ധ സ്ഥലമാണ് നമ്മൾ ഇരിക്കുന്ന ആ ബലിപീഠത്തിന് ചുറ്റുമുള്ള സ്ഥലം. അത് കഴിഞ്ഞ് വരുന്ന ആ പരിസര പ്രദേശങ്ങളെല്ലാം വരുന്നതാണ് ഈ മറ്റുള്ളവർ വന്ന് ഈശോ ഈ നാണയമാറ്റക്കാരെയൊക്കെ അടിച്ച് പുറത്താക്കുന്ന സ്ഥലം ജെൻഡൈൽ കോർട്ട് എന്നാണ് പറയുന്നത്. ജെൻഡൈൽസ് കോർട്ട്, അതായത് ഈ വിജാതീയരും പാവികളും യോഗ്യതയില്ല അങ്ങനെയുള്ളവരൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണത്. അത് കറക്റ്റ് അന്നത്തെ ചിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദേവാലയ പരിസരമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാം. പക്ഷെ ഇന്ന് ഈശോ തൻ്റെ ശരീരമാകുന്ന ബ്രീഡോടെ എല്ലാവർക്കും ദേവാലയത്തിൽ പ്രവേശിക്കാനുള്ള ആ പാപങ്ങൾക്ക് പരിഹാരം അർപ്പിച്ചുകൊണ്ട് ഈശോ അതിനെ വിശുദ്ധീകരിച്ചു. അപ്പം ആ വിശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100 സെൻറ്റ് സ്ഥലത്ത് ഇരിക്കുന്ന ആ ദൈവത്തിൻ്റെ നാമധേയത്തിൽ ഇരിക്കുന്ന ആ സ്ഥലം ദൈവത്തിൻ്റെ ആ ഹുദാശയിലൂടെ അർപ്പിക്കപ്പെടുന്ന ചൈതന്യം ഇറങ്ങി വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ സ്ഥലത്ത് അശുദ്ധി നിറഞ്ഞ, അതായത് അന്ന് കാണുന്ന ആ ജെൻഡൽ കോർട്ട് തന്നെയാണ് ഇന്ന് കാണുന്ന ഈ പരിസരങ്ങൾ. അപ്പോൾ ആ പരിസരത്ത് അന്യദൈവത്തിൻ്റെ എന്താണോ ദൈവം ആഗ്രഹിക്കാത്തത് അതിനെ പ്രതിഷ്ഠിക്കാൻ ഒരു പുരോഹിത അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നമ്മളെ കൊണ്ട് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. പുരോഹിതന് പറയുകയാണ്, നമുക്ക് വചനം തെറ്റിയ ദൈവം ദേവാലയത്തിൽ നിന്നാണ് പുറത്താക്കിയതെന്ന്.
പുറത്താക്കിയെന്നാണ് പറയുന്നത്. അവർക്കിപ്പോൾ അവർ ചെയ്ത പ്രവൃത്തി അവർക്ക് ന്യായീകരിച്ച് പിടിച്ചു നിൽക്കണം. സത്യം ഞാൻ സ്തംഭിച്ചു പോയൊരു പുരോഹിതൻ ഇങ്ങനെ എനിക്കത് കേട്ടപ്പോൾ ഞാൻ എന്ത് മറുപടി പറയണമെന്ന് അറിഞ്ഞില്ല. അല്ല, ചെയ്ത പ്രവൃത്തി ഓക്കെ, അത് മാറ്റാം. കാരണം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഈശോയോട് ഞാൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. ഈശോ എനിക്ക് വചനം തുറന്നപ്പോൾ തന്നെ ഹോസ്യ 10 കാണിച്ചു തന്നു. അതാണ് ഞാൻ ആദ്യം വായിച്ചത്. വ്യവഹാരങ്ങൾ പൊങ്ങി വരുന്നു. കാരണം അവർ സമ്പദ് സമൃദ്ധി ഏറുന്നതിനനുസരിച്ച് ദേവാലയങ്ങൾ പണിയുന്നു, ദേവാലയത്തിൻ്റെ ഇതിന് ഭംഗി കൂട്ടുന്നു. ഇതൊക്കെ അവിടെ നടക്കുന്നുള്ളൂ. പക്ഷെ അവരുടെ ഹൃദയം പൊള്ളയാണ്. അതല്ലേ ഇന്ന് കണ്ടതിപ്പോൾ. ഇതിനാണ് ഈശോ വചനത്തിനും കാണിച്ചു തന്നത്. ഇതൊക്കെ ഒരുപാട് ദുരിതം ഉണ്ടാക്കുമെന്ന് ഞാൻ പുരോഹിതനോട് പറഞ്ഞു. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവരെ കൊണ്ട്. അപ്പോൾ അവർ നമ്മളുടെ മേൽ ചെളിവാരി എറിയുകയാണെന്നേ. അപ്പം മനസ്സിലാക്കുക, ഇങ്ങനെ പോയാൽ ഒരിക്കലും സഭയെ തെറ്റു പറയുന്നില്ല. പക്ഷെ ചില പുരോഹിതർ, എല്ലാവരെയും അല്ല, ചില പുരോഹിതർ വരുത്തുന്ന ദുർനടപടികളും ദുർപ്രവൃത്തികളും ആ ഇടവക ജനത്തിനെയും ബാധിക്കും എന്നുള്ളതാണ്. ഇന്ന് നീ ദേവാലയത്തിൽ ഇത് പ്രദർശിക്കപ്പെടുമ്പോൾ പല ഭവനങ്ങളിൽ ഈ അരൂപി ചെന്ന് കയറുന്നുണ്ട്. അത് പുരോഹിതൻ അതിന് കണക്ക് കൊടുക്കേണ്ടി വരും ദൈവത്തിന്. നമുക്ക് പറയാനുള്ളത് നമ്മൾ പുരോഹിതനോട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ആ പുരോഹിതൻ ദൈവത്തിന് കണക്ക് കൊടുക്കുക, അത്രേ പറയാനൊക്കുള്ളൂ. ഈ വക കാര്യങ്ങളിൽ ഇച്ചിരി കൂടെ തീക്ഷ്ണതയോടെ ദൈവജനവും പുരോഹിതരും നിന്നില്ലെങ്കിൽ ആ ദേശത്തിന് തന്നെ ദോഷകരമായി മാറുന്ന അനർത്ഥങ്ങൾ നമ്മൾ കാണേണ്ടി വരും. ആ ദൈവം അനുവദിച്ചിട്ട് തന്നെ ആകണമെന്നില്ല. പൈശാചിക അറിവുകളുടെ സ്വാധീനം നിങ്ങൾക്കത് വരുത്തിത്തരും. ദൈവത്തിന് പോലും സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ, ദൈവത്തിന് പോലും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ അന്യ ദൈവങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലങ്ങൾ നിങ്ങൾ വിൽക്കുകയാണ്, ദൈവ സംരക്ഷണം എടുത്ത് കളയുകയാണ്. അത് സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് ദോഷം ഉണ്ടാക്കും. അപ്പം പ്രാർത്ഥിക്കുക, ദൈവം പടിയിറങ്ങി പോകുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഇടവകയിൽ ചെയ്യാതിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.